ഹലോ, അസ്സലാമു അലൈക്കും. മൂസ് കുക്കിംഗ്, മൂസ് വയനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ദുബായിലെത്തിയിട്ട് 2-3 ദിവസമായിട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒക്കെ ഞാൻ ചക്ക വറുത്തതും ചക്ക നുറുക്കും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാണ് മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട്. അതാണ് ഞാൻ ഇന്നൊരു മീൻകറി വെക്കാമെന്നാണ് വിചാരിച്ചത്. എണ്ണയും മെഴുക്കൊന്നും ഇല്ലാത്തൊരു മീൻകറി. ഇത് റൂമാണ് കേട്ടോ, കിച്ചനൊക്കെയാണ് കാട്ടിത്തരാം. ചെറിയ റൂമാണ്, നമ്മളെ നാട്ടിലെ മാതിരി ഒന്നുമല്ല. ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, എന്നാലും അത് മതി, ജീവിക്കാനും അതൊക്കെ മതി. ഒന്നിച്ച് ജീവിക്കുന്നവർക്ക് ചെറിയ എന്താണ് അതൊക്കെ എടുപ്പം. ഞാൻ ഇപ്പോൾ ഓടിച്ച ദിവസം കാച്ചിയതാണ്. കറി നമുക്കിന്ന് മീൻ വെക്കാം. നമ്മൾ മാന്തളാട്ട കൊണ്ടുവന്ന് മാന്തൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. മാന്തൾ മുളക് കേട്ടോ, ഗ്ലാസ് ഇപ്പം നാട്ടിൽ ഒരു 100 കടലാസിലാണ് ഉണ്ടാക്കുക. ഗ്ലാസ്സൊക്കെ അറിയില്ല. മാന്തളൊക്കെ നല്ല മാന്തളൊരു കറി വെക്കണം. എണ്ണ ഇല്ലാണ്ട് നമുക്ക് മുളകിടണം മാന്തൾ. അധികം അപ്പം അതിന് ഇത് കഴുകി എടുക്കട്ടെ. അപ്പം ഞാൻ ലേശം എണ്ണ ഒഴിക്കുന്നുള്ളൂ കേട്ടോ, അധികം എണ്ണ ഒഴിക്കരുത്. വേറെ കൊളസ്ട്രോളും ഇതൊക്കെ ഉള്ളതല്ലേ. അപ്പം കുറഞ്ഞ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാനത് കടുക് ഇട്ട് കൊടുക്കട്ടോ. 1/4 സ്പൂണ് കടുക് ഇട്ട് കൊടുത്ത് എണ്ണ അധികം ഇല്ലാതെ കറി വെക്കുന്നതാണ് കേട്ടത്. കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് അതിലേക്ക് തന്നെ നമ്മൾ ഉലുവ ഇട്ട് കൊടുത്ത് 1/4 സ്പൂണ്. നല്ല പൊട്ടി വരുമ്പോൾ ഉള്ളി ഇട്ടിട്ട് സവാളയാണ്. സവാള ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ വെളുത്തുള്ളി ഇടുന്നുണ്ട്, ഇഞ്ചി ഇടുന്നുണ്ട്. ഒക്കെ ഇട്ട് നമ്മൾ നന്നായി വഴറ്റി കൊടുക്കുന്നിട്ട് നന്നായി വഴന്ന് വരട്ടെ. നമ്മൾ മസാലയൊക്കെ അപ്പോൾ എണ്ണ കുറവാകുമ്പോൾ ഇത് ഇങ്ങനെ അടി വേഗം പിടിക്കട്ടെ. അപ്പോൾ നോക്കണം എപ്പോഴും. അപ്പം ഞാൻ തക്കാളി തിരിഞ്ഞിട്ട് ചേർത്ത് വെക്കുക. മണക്കുന്നില്ല, ഓടിപ്പോയി. അത് വഴന്ന് വരും. അപ്പം നമ്മളെല്ലാം വഴന്നിക്കുന്നു കേട്ടോ. ഇതിലേക്ക് ഞാൻ കരിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് പിന്നെ എന്താണെന്നറിയാം ചെയ്യുന്നത്, ഞാൻ 2 തക്കാളിയിൽ 1 ഞാൻ അരച്ച് വെച്ചതാട്ടോ. തക്കാളി അരച്ച് അതെന്താ കറിക്ക് കോപ്പ് ഇട്ടാനാ. നമ്മൾ ഒരു 4 സ്പൂണ് മുളക് പൊടി എടുത്തേക്കുന്ന, 1/4 സ്പൂണ് പിന്നെ മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തേക്കുന്നു കേട്ടോ. ഇത് 2 നേരത്തിനുള്ള കറിയാണ്. അതാണ് ഇങ്ങനെ വെക്കുമ്പം ഓയിൽ തീരെ ആവില്ല കറിയിൽ, എന്നാൽ കൂട്ടാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി നമ്മളിതിലേക്ക് ഒഴിക്കുന്ന പുളീൻ്റെ വെള്ളമാണ് കേട്ടോ. പുളിവെള്ളം ഇനി വെച്ചാൽ പുളിവെള്ളം വാളംപുളിയാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്.
അപ്പോൾ മീൻ ഇട്ടിട്ടില്ല. വെള്ളം ഇതൊക്കെ ആക്കി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ അധികം പിന്നെ എണ്ണ ചേർത്തിട്ടില്ല കേട്ടോ. എണ്ണ ചേർക്കാതെ നല്ല ഉണ്ടാക്കുന്നതിന് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ എണ്ണ ഒരു തുള്ളി നമ്മളൊരു ഒരു സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. ഈ മീനിട്ട് കൊടുക്കുക. നന്നായി മസാല തിളക്കട്ടെ. എന്നിട്ട് മീനിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ചോറ് ഇതാട്ടോ തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ മീൻ ഓരോരോ കഷ്ണമായിട്ട് മാന്തളിട്ട് കൊടുക്കട്ടോ. രണ്ട് നേരത്തിനുള്ള കറിയാണ്. കിടന്ന് തിളക്കട്ടെ. മാന്തളിന് അധികം വേവില്ല, വേഗം വേവും. നമ്മളിത് തുറന്ന് നോക്കുക കേട്ടോ. മാന്തളിട്ട് ഞാൻ തുറന്നിട്ടില്ല. അപ്പം നല്ല വെന്തിക്കുന്നത്. ഇനി ഒരു കറിവേപ്പിലേൻ്റെ തൊട്ടിട്ട് ഇനി നമ്മൾ കറി ഓഫ് ചെയ്യാം കേട്ടോ. നമ്മളെ മാന്തൾ കറി റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണേ. നാളെ കാണാം. അസ്സലാമു അലൈക്കും.